മഴക്കെടുതിക്ക് ശമനമില്ല. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 15 മരണം, 7 പേരെ കാണാതായി. 316 ക്യാമ്പുകളിലായി 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി. മിന്നൽ പ്രളയമെന്ന് മുഖ്യമന്ത്രി. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നുവെന്ന് പ്രചാരണം തെറ്റ്. മുന്നറിയിപ്പ് കിട്ടാത്തതുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കാൻ സമയം കിട്ടിയില്ലെന്നും മുഖ്യമന്ത്രി. ക്യാമ്പുകളിൽ മരുന്നുകളുടെ ക്ഷാമമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്ന് മുഖ്യമന്ത്രി. ആറന്മുള ക്യാമ്പിലെ സ്ത്രീയെ കൊണ്ട് സംസാരിപ്പിച്ചത് CPM ഏരിയ സെക്രട്ടറി. ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. കുത്തിത്തിരിപ്പ് വിരുന്ന് വിവാദത്തിലും വിശദീകരണം. ഭക്ഷണം കഴിച്ചതിൽ പോലും ഹീനമായ അപവാദ പ്രചരണം എന്നൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് താൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതുകൊണ്ട് ഖജനാവിന് 1 രൂപ പോലും നഷ്ടമില്ലെന്നും മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ ഗുരുതര സാഹചര്യം. പമ്പയാറിൽ ജലനിരപ്പ് ഉയരുന്നു. മൂഴിയാർ ഡാം തുറന്നു. കോഴഞ്ചേരി, റാന്നി പഞ്ചായത്തുകളിൽ വൻ വെള്ളക്കെട്ട്. കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്. മീനച്ചിലാർ ഏതാണ്ട് കര കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇത് റോഡും ഈ പുഴയും തമ്മിൽ യാതൊരു അകലവുമില്ലാത്ത നിലയിലേക്കാണ്. ഞങ്ങളുടെ അടിയിലെ മുഴുവൻ സാധനങ്ങളും പോയി. സാധനങ്ങളെ വെള്ളത്തിൽ മുങ്ങി. പിന്നെ അയൽവക്കക്കാരെല്ലാം വന്ന് എടുത്ത് സഹായിച്ചു. വളരെ ഉള്ളിൽ കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വള്ളത്തിലൊക്കെയാണ് ആളുകളെ കൊണ്ടുവരുന്നത്. നേരത്തെ സാധനങ്ങളൊക്കെ എത്തിച്ചു. അങ്ങനെ പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിൽ KSRTC ബസ് മറിഞ്ഞ് 2 മരണം. 72ഓളം പേർ ഉണ്ടായിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത് നെല്ലിയാമ്പതിയിൽ നിന്നും വരുന്ന വഴി. മലപ്പുറം കാരായിത്തോട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. TV ക്യാമറമാന് പരിക്ക്. കോഴിക്കോടും മലപ്പുറത്തും വീടുകൾ തകർന്നു. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിൽ റെഡ് അലർട്ട്. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകൾ തുറന്നു. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. മുതലപ്പുഴയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ. പൂന്തുറ, പനത്തുറ ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് കടലിൽ പരിശോധന. കൊല്ലത്ത് കാണാതായ 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതശരീരം കിട്ടി. വിലക്ക് ലംഘിച്ച് ഇന്നും 30ഓളം വള്ളങ്ങൾ കടലിൽ പോയതായി അധികൃതർ. ശ്രീജിത്തിനെ DGP ആക്കിയതിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്ന് ചോദ്യം. നടപടി ചട്ടവിരുദ്ധം. ADGPയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടേയെന്നും കോടതി. ശബരിമല നെയ് വിവാദത്തിൽ പ്രതികരണവുമായി മിൽമ ചെയർമാൻ. മിൽമ നെയ് വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടില്ലെന്ന് KS മണി. നടക്കുന്നത് മിൽമയെ കരിവാരിത്തേക്കാൻ ശ്രമം. ഓർഡർ കിട്ടാത്തവരുടെ കുൽസിത പ്രവർത്തനമാണ് നടക്കുന്നതെന്നും KS മണി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതികൾക്ക് ജാമ്യം. വധശ്രമം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്നും പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്നും കോടതി. കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും നിരീക്ഷണം. ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് K രതീഷ്. നടപടി കശുവണ്ടി അഴിമതി കേസ് വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി. ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ബ്രിജ്ഭൂഷൺ കുറ്റവിമുക്തൻ. കോടതി നടപടി ദില്ലി വിചാരണ കോടതിയുടേത്. ബ്രിജ്ഭൂഷണെതിരെ പരാതി നൽകിയത് 6 താരങ്ങൾ. ഇറാനുമായി ഇന്ന് പുതിയ ചർച്ചകൾ ആരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാറിന് കൃത്യമായ സമയപരിധി പറയാതെ ട്രംപ്. പ്രതികരിക്കാതെ ഇറാൻ. ഏഷ്യൻ വിപണിയിൽ ആഗോള എണ്ണ വിലയിൽ ഇടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 4.5% കുറഞ്ഞ് $83.98 ഡോളറിലെത്തി.